ഷോൺ ജോർജ്, അതായത് ഈ ഉത്തരം പറയേണ്ട അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോലും മൗനം പാലിക്കുന്ന, ആ മൗനത്തിന് ചിലപ്പോൾ 1-2 മാസത്തെ പോലും ദൈർഘ്യം വരുന്ന മുഖ്യമന്ത്രി ഈ ഒരു വിമർശനത്തിന് ഇങ്ങനെ ഒരു മറുപടി പറയുന്നതിൽ ധൃതി കാണിച്ചോ? എന്തുകൊണ്ട്? കുർലോസ് പിതാവ് വളരെയേറെ ഞാൻ പലപ്പോഴും ഞാൻ മനസ്സിൽ കരുതിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഒരു പിതാവ് അന്ധമായി ഒരു മുന്നണിയോ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയൊക്കെ പിന്തുണയ്ക്കുന്നത് ശരിയാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചിന്താഗതി. ഇപ്പൊ എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹം എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ സഹയാത്രികനായി പിതാക്കന്മാർക്കിടയിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഒരു വിഷയത്തോടുള്ള അസഹിഷ്ണുത, അദ്ദേഹം പറയുന്ന വാക്കുകളോടുള്ള അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് നമ്മളിവിടെ മനസ്സിലാക്കി. ഇന്നലെ തിരുത്തുമെന്ന് പറഞ്ഞ വ്യക്തി ഇന്നലെ തന്നെ തിരുത്താൻ ശ്രമിച്ച, അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന, എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന വ്യക്തികൾ, അതിലൊരാൾ തിരുത്താൻ ശ്രമിച്ചപ്പോൾ ആ തിരുത്താൻ ശ്രമിച്ച ആളോടുള്ള മുഖ്യമന്ത്രിയുടെ സമീപനം ഇതാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പലപ്പോഴും രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ആർക്ക് പറ്റുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറാണെന്ന് ആരോ എഴുതി കൊടുത്ത ഒരു വാചകം അദ്ദേഹം സ്വാഭാവികമായി ഈ പരാജയത്തിന്റെ മാനദണ്ഡത്തിൽ അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ, അദ്ദേഹത്തെ ആര് തിരുത്തും, പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്നുള്ള ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു പിതാവ് അദ്ദേഹത്തെ തിരുത്താൻ ശ്രമിച്ചു, അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പിതാവ് തിരുത്താൻ ശ്രമിച്ചപ്പോ ഇതാണ് അനുഭവമെങ്കിൽ മറ്റൊരാൾ തിരുത്താൻ ശ്രമിച്ചാൽ എന്താണ് അവസ്ഥ? അപ്പം ഒരു കാരണവശാലും തിരുത്താനും തിരുത്തപ്പെടാനും മുഖ്യമന്ത്രിക്ക് ഉദ്ദേശമില്ല എന്നുള്ള കാര്യം ആണ് ആദ്യം ഇവിടെ മനസ്സിലാക്കേണ്ടത്. 2, ഇവിടുത്തെ ഒരു വൺ സൈഡ് മതേതരത്വം. ഇവിടെ ഞാനൊരു ജനാധിപത്യ വിശ്വാസിയാണ്. എനിക്ക് ഏറ്റവും നിരാശയുണ്ടായ ഒരു കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, കേരള നിയമസഭയിൽ ഇത്തരത്തിലുള്ള വിവിധ വിഷയങ്ങൾ വന്നപ്പോ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും, പ്രത്യേകിച്ച് BJPക്ക് ഇന്ന് നിയമസഭയിൽ അംഗങ്ങളിൽ. ഇവിടെ ബഹുമാനപ്പെട്ട സഭാനാഥൻ ഗണപതി മിത്താണെന്ന് പറഞ്ഞ ഒരു വിഷയം, അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, NSS അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് NSS ജനറൽ സെക്രട്ടറി തന്നെ രംഗത്തെത്തുകയും തലസ്ഥാനത്ത് വലിയ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. അന്നൊരു ബുധനാഴ്ചയാണ്. അതിനുശേഷം വെള്ളിയാഴ്ച ഒരു കോൺഗ്രസിന്റെ വെള്ളിയാഴ്ച നിയമസഭ ആരംഭിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു കോൺഗ്രസിന് ലോക്സഭ ഇലക്ഷൻ എടുത്തിരിക്കുന്നു, സ്വാഭാവികമായും കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുക്കും. ഇതിനും ഒരു ശബരിമല വിഷയം പോലെ തന്നെ വളരെ പ്രസക്തമായ, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വലിയ വിഷയത്തെ ഇത്രയും ധാർഷ്ട്യത്തോടു കൂടി സഭാനാഥൻ പറഞ്ഞൊരു വിഷയത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കോൺഗ്രസ് പ്രതിപക്ഷം സഭയിൽ കൈകാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. വ്യാഴാഴ്ച വൈകുന്നേരം UDFന്റെ പാർലമെന്ററി പാർട്ടി കൂടി ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കേണ്ടതെന്ന് തീരുമാനിച്ചു. ഏറ്റവും രസകരമായ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാം, സമദൂരം എന്ന് പറഞ്ഞാൽ പോലും എല്ലാ കാലത്തും NSSന്റെ നിലപാടുകൾ എപ്പോഴും UDFനോട്, ഐക്യജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന സമീപനമാണ്. അങ്ങനെ പ്രത്യക്ഷ നിലപാട് സ്വീകരിച്ചില്ലെങ്കിലും സമദൂരമെങ്കിൽ എന്ന് പറഞ്ഞാലും പലപ്പോഴും NSS കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ആ സമദൂരത്തിനപ്പുറത്തേക്ക് ഐക്യജനാധിപത്യ മുന്നണിയോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒപ്പം നിൽക്കുന്ന, എല്ലാ കാലത്തും UDFനെ സംരക്ഷിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇത്തരത്തിലുള്ള സമരവുമായി രംഗത്തിറങ്ങിയപ്പോൾ അതിനെ പോലും ഏറ്റെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ട്? ഞാൻ അവിടെ ഞെട്ടിയ, ഞാൻ പലരോട് ചോദിച്ചു എന്തുകൊണ്ട്. അപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്പീക്കറാണ് ഇത് പറഞ്ഞത്. പക്ഷെ അതല്ല അവിടെ പ്രശ്നം, അവിടെ അദ്ദേഹത്തിന്റെ പേരായിരുന്നു പ്രശ്നം. അപ്പോ ഇവിടെ 22% നിന്നും 29% വളർന്ന ഒരു ന്യൂനപക്ഷത്തെ ഒപ്പം കൂടെ നിർത്താതെ ഇനി കേരളത്തിന്റെ ഭരണത്തിലേക്ക് വരാൻ കഴിയില്ല എന്നുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും വലതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കിടമത്സരമാണ് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ഈ കുതിരകയറ്റം. ഇപ്പൊ ഇന്നലെ മിനിയാന്നുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ഒരു വിഷയം, ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിയുടെ, നമ്മുടെ തൃശൂർ നിയുക്ത MP സുരേഷ് ഗോപിയുടെ ഒരു ചിത്രവും യേശു ക്രിസ്തുവിന്റെ ചിത്രവുമായി അതിലേക്ക് വരാം. അത് ഞാൻ ചോദിക്കാനിരിക്കുന്നു, അടുത്ത ഘട്ടത്തിൽ ചോദിക്കാം.